نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري ഏറെ സ്നേഹം പറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഗൗരവരൂപത്തിൽ വസിയ്യത്ത് നൽകുകയാണ്. മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു കാര്യത്തിനും അതിൻ്റെ ഫലപ്രാപ്തിക്ക് മുന്നൊരുക്കങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നമുക്ക് മുമ്പിലുള്ള ഏത് കടമ്പകൾ കടക്കാനും കൃത്യമായ പ്ലാനിങ്ങുകളും ആസൂത്രണങ്ങളും മുന്നൊരുക്കങ്ങളും ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് നമ്മെ സഹായിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥി പരീക്ഷയുടെ അന്ന് പോയിട്ട് പെട്ടെന്ന് പരീക്ഷ എഴുതിയാൽ ഒരു പക്ഷേ അവൻ ജയിച്ചു കൊള്ളണമെന്നില്ല, കാര്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ. നേരെ മറിച്ച് കൃത്യമായ പ്ലാനിങ്ങുകളോട് കൂടി ആസൂത്രണങ്ങളോട് കൂടി ആ പരീക്ഷയെ നേരിട്ടാൽ അതിന്റെ റിസൾട്ട് അവർക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ആകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് ശഅബാൻ മാസം എന്നാണ് പറഞ്ഞു വരുന്നത്. റമദാൻ എന്ന മാസത്തിന്റെ മുന്നൊരുക്കം എന്ന നിലക്ക് നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന ശഅബാൻ മാസത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും റമദാനിലേക്ക് തയ്യാറെടുക്കാൻ ഒരു വിശ്വാസിക്ക് അല്ലാഹു നൽകിയ
ദിനരാത്രങ്ങളാണ് ശഅബാൻ മാസത്തിലെ ദിനരാത്രങ്ങൾ. റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന തന്നെ നോമ്പാണല്ലോ. ഫർദാക്കപ്പെട്ട റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരുങ്ങേണ്ട ഒരു മാസമാണ്. ആ നോമ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ഒരു മാസമാണ് ശഅബാൻ മാസം. ഒരുപാട് സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ ശഅബാൻ മാസം. ശഅബാൻ മാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും അത് തന്നെയാണ്. ഒരുപാട് സുന്നത്ത് നോമ്പുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചിരുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ശഅബാൻ മാസത്തിൽ അദ്ദേഹത്തിന്റെ രീതികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലം യകുനി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്തറ മിൻ ശഅബാൻ. ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും അവിടുന്ന് സുന്നത്ത് നോമ്പുകൾ ഇത്രയധികം അധികരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ശഅബാൻ മാസത്തിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് അവിടുന്ന് ഒരുപാട് സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാറുണ്ടായിരുന്നു. വീണ്ടും പറഞ്ഞു, കാന യസൂമു ശഅബാന കുല്ലഹു ഇല്ലാ ഖലീല. ശഅബാൻ മാസത്തിൽ കുറച്ച് ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കി അധിക ദിവസങ്ങളിലും അവിടുന്ന് സുന്നത്ത് നോമ്പുകളായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ സൂചിപ്പിക്കട്ടെ, ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഇല്ലാ റമദാൻ. ഒരു മാസം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നത് റമദാൻ മാസത്തിൽ മാത്രമാണ്. ഒരു മാസത്തിലെ മുഴുവൻ പകലുകളും, ഏതെങ്കിലും മാസത്തിലെ മുഴുവൻ പകലുകൾ നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ അനുവാദമുള്ളത് അത് റമദാൻ മാസത്തിൽ മാത്രമാണ്. റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നത് നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ശഅബാൻ മാസത്തിലായിരുന്നു. അതുകൊണ്ട് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റമദാൻ മാസത്തിലെ മുന്നൊരുക്കം എന്ന നിലയ്ക്ക് ഈ ശഅബാൻ മാസത്തെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലെ നോമ്പുകൾ നോറ്റുകൂട്ടാൻ ബാക്കിയുണ്ടാകും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അവരൊക്കെ റമദാൻ മാസം വരുന്നതിന് മുമ്പ് ആ ശഅബാൻ മാസത്തിലെ കഴിഞ്ഞ വർഷത്തിലെ നോമ്പ് നോറ്റുകൂട്ടാൻ ബാക്കിയുണ്ട് എങ്കിൽ അത് നോറ്റുകൂട്ടാൻ ശ്രമിക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയട്ടെ, കാന യകൂനു അലൈഹി സൗമു മിൻ റമദാൻ. എനിക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ നോമ്പ്, റമദാൻ മാസത്തിലെ നിർബന്ധമായിട്ടുള്ള നോമ്പ് എനിക്ക് നോറ്റുകൂട്ടാൻ ബാക്കിയുണ്ടാകാറുണ്ടായിരുന്നു. ഞാനത് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഫമാ അസ്തതിഉ അൻ അഖദിയ ഇല്ലാ ഫീ ശഅബാൻ. ശഅബാൻ മാസത്തിലാണ് പിന്നീട് എനിക്കത് അധിക സമയത്തും നോറ്റുകൂട്ടാൻ സാധിച്ചിരുന്നത്. ഒരു റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ എനിക്ക് നോറ്റുകൂട്ടാൻ സാധിച്ചിരുന്നത് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പുള്ള ശഅബാൻ മാസത്തിലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്ത്രീകൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ശഅബാൻ മാസത്തിന് ഇത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കാനുള്ള രണ്ട് കാരണങ്ങളാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അതിലൊന്നാമത്തത്, മിക്ക ആളുകളും, ബഹുഭൂരിപക്ഷം ആളുകളും ശഅബാൻ മാസത്തെ അശ്രദ്ധയിലായി കണ്ടാണ് കാണുന്നത്. ശഅബാൻ മാസത്തിൽ ജീവിക്കുന്നത് അശ്രദ്ധയിലായി കൊണ്ടാണ്. മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലം അറക തസൂമു മിൻ ശഹ്രിൻ മിന അശ്ശുഹൂരി മാ തസൂമു ശഅബാൻ. ശഅബാൻ മാസത്തിൽ താങ്കൾ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ കൂടുതലായി മറ്റു മാസങ്ങളിൽ താങ്കൾ നോമ്പ് നോൽക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ.
പ്രവാചകരെ, ശഅബാൻ മാസത്തിൽ ഇത്രയധികം താങ്കൾ നോമ്പനുഷ്ഠിക്കാൻ കാരണമെന്താണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ذاك شهر يغفل الناس عنه بين رجب ورمضان. റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള മാസമാണല്ലോ ശഅബാൻ. ആ ശഅബാൻ മാസത്തെ കുറിച്ച് പല ആളുകളും, മിക്ക ആളുകളും അശ്രദ്ധയിലാകുന്ന മാസമാണ്. അശ്രദ്ധയിലാകാൻ ഞാൻ തയ്യാറല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മിക്ക ആളുകളും അടുത്ത റമദാൻ വരികയാണല്ലോ, ഇനി റമദാനിൽ നന്നാകാം, റമദാനിൽ ഇബാദത്തുകൾ എടുക്കാം, നോമ്പ് റമദാനിൽ എടുക്കാം, ഇബാദത്തുകളും ഖുർആൻ പാരായണങ്ങളും രാത്രി നമസ്കാരങ്ങളും ഇനി അടുത്ത റമദാനിലാകാം എന്നുള്ള നിലക്ക് ശഅബാൻ മാസത്തെ പാടെ അവഗണിക്കാറുണ്ട്. മിക്ക ജനങ്ങളും അശ്രദ്ധയിലാകുന്നത് കൊണ്ടാണ് ഈ ശഅബാൻ മാസത്തിൽ ഞാൻ അശ്രദ്ധയിലാകാതെ കൂടുതലായിട്ട് നോമ്പനുഷ്ഠിക്കാൻ കാരണം. സഹോദരന്മാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് അശ്രദ്ധയിലാകാൻ പാടില്ല. പ്രത്യേകിച്ച് പാരത്രിക ലോകത്തിൽ അവൻ വിജയിക്കേണ്ട കാര്യങ്ങളിൽ ഒരു നിലക്കും അശ്രദ്ധ പാടില്ല. പലപ്പോഴും നമ്മളൊക്കെ ദുനിയാവിന്റെ വിഷയത്തിൽ ശ്രദ്ധാലുക്കളാണ്. ദുനിയാവിൽ പണം സമ്പാദിക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ദുനിയാവിന്റെ പല വിഷയങ്ങളിലും നമ്മൾ അറിവുള്ളവരുമാണ്. പക്ഷേ പാരത്രിക ലോകത്തിന്റെ വിഷയത്തിൽ പലപ്പോഴും പറയുന്ന ഞാൻ പോലും ശ്രദ്ധിക്കാറില്ലല്ലോ. അത്തരക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിലൂടെ പറയുന്നു, ആക്ഷേപിച്ചുകൊണ്ട്, നരകത്തിന്റെ ആളുകളായി നാളെ മാറാനുള്ള ചില ആളുകളുടെ പ്രത്യേകതകൾ, ചില കാരണങ്ങൾ. ചില ആളുകൾ നാളെ നരകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയും. അതേ മലക്കുകളോട് വലിച്ചെറിയാൻ ആവശ്യപ്പെടും. ആ മനുഷ്യന്മാരുടെ പ്രത്യേകതയായിക്കൊണ്ട്, സ്വഭാവമായിക്കൊണ്ട് അല്ലാഹു പരിചയപ്പെടുത്തുന്നു, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയാ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയാ, ഇഹലോകത്തിൽ പ്രത്യക്ഷമായതെല്ലാം അവർ അറിയുന്നതാണ്, മനസ്സിലാക്കുന്നവരാണ്. ഇഹലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. രാഷ്ട്രീയത്തെ കുറിച്ചറിയാം, സ്പോർട്സിനെ കുറിച്ചറിയാം, എല്ലാം അവർക്കറിയാം. പണം സമ്പാദിക്കേണ്ട ഒരു മാർഗം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ദുനിയാവിന്റെ എല്ലാ വശങ്ങളും കലക്കി കുടിച്ചവരാ. പക്ഷേ ആഖിറത്തിനെ കുറിച്ച് അശ്രദ്ധയിലാണ്. ആ സ്വഭാവമുള്ള ആളുകൾ നരകത്തിലാണ്. സൂറത്തുർ റൂമിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഗഫലത്തിൽ ജീവിക്കാൻ പാടില്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക് നരകശിക്ഷയാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തി ദുനിയാ വതമഅന്നു ബിഹാ വഹും അനിൽ വല്ലദീന ഹും അൻ ആയാതിനാ ലഗാഫിലൂൻ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, അല്ലാഹു പറയുകയാണ്, നമ്മെ കണ്ടുമുട്ടാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ, നാളെ ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത ആളുകൾ, വറദൂ ബിൽ ഹയാത്തി ദുനിയാ, ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുന്ന മനുഷ്യന്മാർ, വതമഅന്നു ബിഹാ, ഇഹലോകത്തിന്റെ വിഷയത്തിൽ സമാധാനമടയുകയും ചെയ്യുന്ന ആളുകൾ, വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അശ്രദ്ധയിൽ കഴിയുകയും ചെയ്യുന്ന ആളുകൾ. ദുനിയാവിനെ എല്ലാം, ജീവിതം ദുനിയാവ് മാത്രമേ ഉള്ളൂ, ആഖിറത്തൊന്നുമില്ല. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്നുള്ള ഒരു ആഗ്രഹം പോലുമില്ല. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു അമലുകളും ചെയ്യുന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ ഉലൈക മഅവാഹുമുന്നാർ ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ ആ നിലപാട് നിമിത്തം അവർ നാളെ അവരുടെ സങ്കേതം നരകമായിരിക്കും. അവരുടെ സങ്കേതം നരകമായിരിക്കും. ആഖിറത്തിനെ മറന്ന് ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുടെ സങ്കേതം നരകത്തിലായിരിക്കും, നരകമായിരിക്കും. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് വലാ തകുൻ മിനൽ ഗാഫിരീൻ,
ഓ മനുഷ്യ, ഓ വിശ്വാസി, വലാ തകും മിനൽ ഗാഫിലീൻ, ഗഫ്ലത്തിന്റെ ആളുകളിൽ നീ പെട്ടുപോകരുത്, അശ്രദ്ധയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത്. അതുകൊണ്ടാണ് പറയുന്നത് ശഅബാൻ മാസത്തിൽ പ്രത്യേകിച്ച് അശ്രദ്ധ തീരെ പാടില്ല. റമദാനിൽ വരാനിരിക്കുന്നത് റമദാൻ മാസത്തിലാകാം, റമദാൻ മാസത്തിൽ നന്നാകാം, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാം, അപ്പോൾ മാത്രം രാത്രി നമസ്കാരം മതി എന്നുള്ള നിലപാടുകാരാകരുത് നമ്മൾ. ശഅബാനിനെ ശ്രദ്ധിക്കണം. ആരും ശ്രദ്ധിക്കാത്ത സുന്നത്തുകൾ ജീവിപ്പിക്കുന്ന ആളുകൾ അവരുടെ പ്രത്യേകതയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാനിൽ ആരും ശ്രദ്ധിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരാളും ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്ത് ആളുകൾ അശ്രദ്ധ പുലർത്തുന്ന സുന്നത്തുകൾ ജീവിപ്പിക്കുന്ന ആളുകൾ ആരെപ്പോലെയാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ, എന്റെ കൂടെ ഹിജ്റ പോന്നവനെ പോലെയാണ്. ഹർജിന്റെ കാലഘട്ടത്തിൽ, കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ, ഒരാളും ശ്രദ്ധിക്കാത്ത ഫിത്നയുടെയും ഫസാദിന്റെയും സുന്നത്തുകളെ ജീവിപ്പിക്കാത്ത കാലഘട്ടത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ എന്റെ മാർഗത്തിൽ എന്റെ കൂടെ ഹിജ്റ പോകുന്ന ഒരാളെ പോലെയാണ്. എന്റെ കൂടെ ഹിജ്റ പോകുന്ന ഒരാളെ പോലെയാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശഅബാൻ മാസത്തെ ഇത്രത്തോളം പരിഗണിക്കാൻ കാരണം. സഹോദരന്മാരെ, പല സുന്നത്തുകളും ആളുകൾ അവഗണിക്കാറുണ്ട്. സുബൈക്ക് മുമ്പുള്ള സുന്നത്ത്, ദുഹാ നമസ്കാരങ്ങള്, അതുപോലെ തന്നെ ശഅബാൻ മാസത്തിലുള്ള സുന്നത്ത് നോമ്പുകള്, മറ്റുള്ള ദിവസങ്ങളിലുള്ള സുന്നത്ത് നോമ്പുകള്, തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പുകള്, ഓരോ മാസത്തിലെയും അയ്യാമുൽ ബീദിലെയും ഓരോ മാസത്തിലെയും ആ 3 ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പുകള്, ഇങ്ങനെയൊക്കെ പലരും അവഗണിക്കുന്ന സുന്നത്തുകളെ ജീവിപ്പിച്ചാൽ, ശ്രദ്ധിച്ചാൽ അവൻ എന്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്നവനെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഈ മാസത്തിന് ഇത്രയധികം പരിഗണന നൽകാനുള്ള ഒന്നാമത്തെ കാരണം മിക്ക ജനങ്ങളും ഈ മാസത്തെ ശ്രദ്ധിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാരണം, ശഅബാൻ മാസത്തിലാണ് ഒരു വർഷത്തിലെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അല്ലാഹുവിലേക്ക് ഒരു വർഷത്തിലെ നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം അത് ശഅബാൻ മാസത്തിലാണ്. 3 ഘട്ടങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നുണ്ട്. ഓരോ ദിവസത്തിലും ഉയർത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ, രാത്രിയിലെ കർമ്മങ്ങൾ പിറ്റേന്ന് പ്രഭാതമാകുമ്പോഴേക്കും അല്ലാഹുവിലേക്ക് ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ പകലിലെ കർമ്മങ്ങൾ അന്ന് രാത്രിയാകുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് ഉയരുന്നുണ്ട്. അപ്പോ ഒരു ദിവസത്തിൽ 2 നേരം അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയരുന്നുണ്ട്. അതാണ് ഒരു രീതി. എല്ലാ ദിവസങ്ങളിലും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്ചകളിൽ, ഒരാഴ്ചയിൽ 2 ദിവസങ്ങളിൽ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയരുന്നുണ്ട്. തുറബുൽ അഅമാലു അലല്ലാഹി യൗമൽ ഇത്നൈൻ വ യൗമൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തുന്നുണ്ട്. ആഴ്ചയിലെ കണക്കാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വർഷത്തിൽ ഒരിക്കൽ കർമ്മങ്ങൾ ഉയർത്തുന്ന മാസമാണ് ശഅബാൻ മാസം. അവിടുന്ന് പറഞ്ഞു ശഅബാൻ മാസത്തെ കുറിച്ച്, വഹുവ ശഹ്റുൻ, ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ തുർഫഹു ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ടായിരുന്നു സ്വഹാബാക്കൾ ഈ ശഅബാൻ മാസത്തെ ഇത്രയധികം സൂക്ഷിച്ചിരുന്നത്, പരിഗണിച്ചിരുന്നത്, പ്രാമുഖ്യം നൽകിയിരുന്നത്. സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാൻ, ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മളും അങ്ങനെയാകണം. ഒരുപാട് സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാൻ ശഅബാൻ മാസത്തിൽ, മറ്റുള്ള ഇബാദത്തുകൾ അധികരിപ്പിക്കാം. ഈ 2 കാരണങ്ങൾ കൊണ്ടായിരുന്നു സ്വഹാബത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തെ ഇത്രയധികം സൂക്ഷിക്കാനുള്ള കാരണം. സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പോരിശ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായിട്ട് നോമ്പുകളോ നമസ്കാരങ്ങളോ പ്രത്യേകമായിട്ടുള്ള നിയ്യത്തിൽ അങ്ങനെ അനുഷ്ഠിക്കാൻ പാടുണ്ടോ, ചെയ്യാൻ പാടുണ്ടോ? ചില മനുഷ്യന്മാരെ നമുക്ക് കാണാം,
ശഅബാൻ 15ന്റെ അന്ന്, ശഅബാൻ 15ന്റെ രാത്രി അതിന് പ്രത്യേകമായിട്ടൊരു പേരിട്ടു, ബറാഅത്ത് രാവ് എന്നുള്ള പേരിൽ. ബറാഅത്ത് രാവ് എന്നുള്ള പേരിൽ ആ രാത്രിയിൽ പ്രത്യേകമായിട്ടുള്ള ചില കർമ്മങ്ങൾ ചെയ്യുന്നു. സ്വലാത്തുൽ അൽഫിയ എന്നുള്ള പേരിൽ രാത്രി പ്രത്യേകമായിട്ട് നമസ്കരിക്കുന്നു. 100 റക്അത്ത് നമസ്കരിക്കുന്നവർ പ്രത്യേകമായിട്ട് ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് ഓതുന്നു. എന്നിട്ട് ആ ദിവസത്തിൽ ബറാഅത്ത് രാവിന്റെ അന്ന് ആ നിലക്ക് സ്വലാത്തുൽ അൽഫിയ എന്നുള്ള പേരിൽ നമസ്കരിക്കുന്നു. അന്ന് രാത്രി 3 യാസീൻ പ്രത്യേകമായിട്ട് ഓതുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പോരിശ പഠിപ്പിച്ചിട്ടേയില്ല. ഓരോ യാസീൻ ഓതുമ്പോഴും പ്രത്യേകമായിട്ടുള്ള നിയ്യത്താണ്. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ നിയ്യത്ത് എന്താണ്? ദീർഘായുസ്സിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ യാസീൻ ഓതുന്നത് ദീർഘായുസ്സിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ യാസീൻ ഓതുന്നത് റിസ്ക് വിശാലമായി കിട്ടാൻ, ഉപജീവനം വിശാലമായി കിട്ടാൻ. മൂന്നാമത്തെ യാസീൻ ഓതുന്നതോ നല്ല മരണത്തിന് വേണ്ടിയിട്ട്, ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ശഅബാൻ 15ന്റെ അന്ന് പകൽ സമയത്ത് അവർ നോമ്പനുഷ്ഠിക്കുന്നു. ബറാഅത്ത് നോമ്പ് എന്നുള്ള പേരിൽ നോമ്പനുഷ്ഠിക്കുന്നു. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള നിയ്യത്ത് വെച്ചുകൊണ്ട്, പ്രത്യേകമായിട്ടുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാനോ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യാനോ പാടുള്ളതല്ല. സ്വാഭാവികമായിട്ടുള്ള നിലക്ക് ആ മാസത്തിൽ 13, 14, 15 സാധാരണ നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാമെന്നല്ലാതെ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പോരിശകൾ വെച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും ശരിയല്ല എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഉള്ളതുപോലെ മനസ്സിലാക്കുകയും അങ്ങനെ ആ സുന്നത്തനുസരിച്ച് മാത്രം കർമ്മങ്ങൾ ചെയ്യുകയും ബിദ്അത്തിനെ ബിദ്അത്തായി തന്നെ കാണുകയും എല്ലാവിധ ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, പറഞ്ഞു വന്നത് ശഅബാൻ മാസത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില പ്രത്യേകതകളുണ്ട് എന്നും എന്തുകൊണ്ടായിരുന്നു സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ മാസത്തെ ഇത്രയധികം ശ്രദ്ധിക്കാനുള്ള 2 കാരണങ്ങളുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊടുത്തിയത്. ഒന്ന്, മിക്ക ജനങ്ങളും അശ്രദ്ധയിലാകുന്ന ഒരു മാസമാണ്. രണ്ടാമത്തേത്, നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ശഅബാൻ മാസത്തിലും ചില ആളുകൾ ചില ബിദ്അത്തുകളുമായിട്ട് കടന്നു വരാറുണ്ട്. അതായിരുന്നു നമ്മൾ അവസാനമായി സൂചിപ്പിച്ചത്. ഇല്ലാത്ത നോമ്പും ഇല്ലാത്ത നമസ്കാരങ്ങളും ഇല്ലാത്ത ദിക്റുകളും ഇല്ലാത്ത ദുആകളുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രൂപത്തിൽ കാട്ടിക്കൂട്ടുന്ന ആളുകളുണ്ട്. പൊതുജനങ്ങളെ ഈ വിഷയത്തിൽ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവർ പഠിക്കാൻ ശ്രമിക്കാത്തതിന് അവരെ പഠിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും അവരെ ഈ ചതിക്കുഴികളിലേക്ക് വലിച്ചു തള്ളിയിടുന്നത് പലപ്പോഴും പൗരോഹിത്യമാണ്. പൗരോഹിത്യത്തിന്റെ വേഷവിധാനങ്ങളും അവരുടെ ഭാവഭാവങ്ങളും കണ്ടാൽ ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇതിലേക്ക് വഴുതി വീഴാറുണ്ട്. ഈ ഉസ്താദ് പറഞ്ഞാൽ തെറ്റോ? ഇത്ര പഠിച്ച ഉസ്താദ് പറഞ്ഞാൽ എങ്ങനെ തെറ്റുക? ഉസ്താദ് പറഞ്ഞാൽ എങ്ങനെ കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പൊതുജനങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പൗരോഹിത്യം പലതും സമൂഹത്തിൽ കടത്തിക്കൂട്ടാറുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ പോലും പുഴുക്കുത്തുകൾ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ ശ്രമിക്കാറുണ്ട്. കേരളത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കണം. എന്നെക്കാളും അറിയുന്നവരാണ് നിങ്ങൾ. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമാണല്ലോ നടത്തേണ്ടത്. ഇബാദത്തുകളുള്ള എല്ലാ അംശങ്ങളും അല്ലാഹുവിലേക്ക് മാത്രമാണ്. ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും അല്ലാഹുവിലേക്കാണ്. പക്ഷേ ഈ പൗരോഹിത്യം ഇവിടെ വാദിച്ചു
പ്രാർത്ഥിക്കുന്നത്, മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്നത്, നേരിട്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ, എങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണല്ലോ. അതാണല്ലോ യഥാർത്ഥ ഇസ്ലാം. ഇസ്ലാമിന്റെ വിശ്വാസം അതാണ്. ആരോട് പ്രാർത്ഥിച്ചാലും ശിർക്കാണ്. ഇന്നഹു മയുശ്രികു ബില്ലാഹ്. അവന്റെ പ്രശ്നം എന്താണ്? ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. സ്വർഗ്ഗം നിഷിദ്ധമാക്കുന്നു. എന്നാൽ ഇക്കൂട്ടർ പറയുന്നു, മരിച്ചുപോയവരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ സുന്നത്തിന്റെ ആളല്ല, സുന്നിയല്ല. സുന്നത്തിന്റെ ആളല്ല. മരിച്ചുപോയ ആളുകളോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു, അത് ശിർക്കാണ് എന്ന് വാദിച്ചാൽ അവൻ സുന്നിയല്ലത്രേ. അതുപോലെ തന്നെ മരിച്ചുപോയ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് വസീലത്ത് തേടിയാൽ, ഇടനേട്ടം തേടിയാൽ, അങ്ങനെ തേടാൻ പാടില്ല എന്ന് പറയുന്നവനും സുന്നിയല്ലത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പ്രാർത്ഥിക്കാനാണ് നമ്മളൊക്കെ പഠിപ്പിക്കപ്പെട്ടത്. സകലമാന അമ്പിയാക്കന്മാരും അതിനാണ് വന്നത്. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകരെ ഞാൻ അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദു. ഞാനല്ലാതെ ആരാധ്യനില്ല, അതുകൊണ്ട് എന്നോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് വഹി നൽകാതെ ഒരൊറ്റ പ്രവാചകരെ ഞാൻ അയച്ചിട്ടില്ല. തൗഹീദാണ് എല്ലാ പ്രവാചകന്മാരും ആദ്യമായി പ്രബോധനം ചെയ്തത്. പക്ഷേ അത് പറഞ്ഞാൽ അവൻ സുന്നിയല്ലത്രേ എന്ന് പ്രമേയം പാസാക്കിയവരുണ്ട്. തീർന്നില്ല, അല്പം കൂടി കടന്നു പറഞ്ഞു. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമാണ് എന്നുള്ളത് ഇബ്ലീസിന്റെ പ്രമേയമാണത്രേ, ഇബ്ലീസിന്റെ വാദമാണത്രേ. ഏത്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്നുള്ളത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് ചില ആളുകൾ എഴുതി വെച്ചു. തൗഹീദിന്റെ ആളുകളെ തെര്യപ്പെടുത്തി എന്നാ പറഞ്ഞത്. തൗഹീദിന്റെ ആളുകളെ ബോധ്യപ്പെടുത്തി എന്നാ പറഞ്ഞത്. എന്ത്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്നുള്ളത് സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ വാദമാണത്രേ എന്ന് എഴുതി വെച്ചു. ഇന്നും കാണാം രേഖകൾ. വിശ്വാസത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇല്ലാത്ത പല പോരിശകളും പറഞ്ഞ് ഈ സമുദായത്തിലേക്ക് അനാചാരങ്ങളും മാലപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും റാത്തീബുകളും പലതും പല രൂപത്തിൽ പല ബിദ്അത്തുകളായി കൊണ്ടുവന്നു. ആ ബിദ്അത്തിനെ എതിർക്കുന്നവർ, മതത്തിൽ ഇല്ലാത്തതിനെ എതിർക്കുന്നവരെ ബിദ്അകളാക്കി ചിത്രീകരിച്ചു. ഇല്ലാത്തത് എതിർക്കുന്നതിനെ ബിദ്അത്തായി ചിത്രീകരിച്ചു. അവനെ എതിർക്കുന്നവരെ ബിദ്അയാണ്, പുത്തൻവാദിയാണ്, അവൻ പുത്തൻവാദിയാണ്, അവനോട് സലാം പറയരുത്, അവനുമായി വിവാഹബന്ധം ഏർപ്പെടരുത്. എന്നാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത സകലമായ ബിദ്അത്തുകൾ കൊണ്ടു നടക്കുന്ന ആളുകൾ പിൽക്കാലത്ത് വിധിവൈപര്യന്തമെന്ന് പറയട്ടെ സുന്നികളായി പറയപ്പെടും. ഞാൻ ആരെയും ആക്ഷേപിച്ചുകൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല സംസാരിക്കുന്നത്, സമൂഹത്തിൽ നടന്നതാണ്. ബിദ്അത്തിന്റെ ആളുകൾ സുന്നത്തിന്റെ ആളുകളായും സുന്നത്തിന്റെ ആളുകൾ ബിദ്അത്തിന്റെ ആളുകളായും ചാപ്പാടിക്കപ്പെട്ടു. അല്ലേ? നമ്മൾ ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ മാസത്തിൽ റജബിന്റെ മിഅ്റാജ് നോമ്പ് അനുഷ്ഠിക്കാത്ത ആളുകളെ പ്രത്യേകമായിട്ടുള്ള ഒരു നോട്ടം. ഇവനേതാ? ഏത് മതക്കാരനാ? മിഅ്റാജ് നോമ്പില്ലാത്ത ആളോ എന്ന് വാദിക്കുന്ന ഒരാളോട് നിനക്ക് അയ്യാമുൽ ബീദിന്റെ നോമ്പറിയോ എന്ന് ചോദിക്കുമ്പോ അതെന്ത് നോമ്പാ എന്ന് തിരിച്ചു നമ്മോട് ഇങ്ങോട്ട് പറയും. ഉള്ള നോമ്പ് അറിയാത്ത, ശീലിക്കാത്ത, പരിചയമില്ലാത്തവർ ഇല്ലാത്ത നോമ്പിനെ കുറിച്ച് വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസത്തിന്റെയും രംഗത്ത് മാത്രമല്ല ഈ സമുദായത്തെ ഈ പൗരോഹിത്യം പിന്നോട്ട് വലിച്ചത്, വിദ്യാഭ്യാസ മേഖലയിൽ പോലും പിന്നോട്ട് വലിച്ചു. ഇന്ന് മദ്രസയുടെ പേരിൽ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പോലും പണ്ട് ഈ മദ്രസ പ്രസ്ഥാനങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ മദ്രസ പ്രസ്ഥാനം ഈ കേരളത്തിന്റെ ഭൂമികയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെ പോലും എതിർത്ത് പാട്ടുപാടിയവരാണ്. ഒരുപാടി ഒരു കാലത്തും ലാ തജഅലുൽ ബാനീന മദ്രസയിൽ യതഅല്ലമൂന, ജഹന്നമിന്റെ ആഖിറിയിലെ മീമാം, മദ്രസയുടെ ആഖിറം ജഹന്നമ. പാടിയത് അങ്ങനെയാണ്. ഒരു കാലത്തും ലാ തജഅലുൽ ബനീന, നമ്മുടെ കുട്ടികൾ ഒരിക്കലും മദ്രസയിലാക്കരുത്. മദ്രസയിൽ യതഅല്ലമൂന, മദ്രസയിൽ പഠിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മുടെ കുട്ടികളെ നമ്മൾ
പറഞ്ഞേക്കരുത്. അത് പണ്ട് അറിവാളൻ ഇബ്നു തൈമിയ കൊണ്ടുവന്നതാണ്. ഇന്ന് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ചില ആളുകൾ ഇവിടേക്കും കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്രത്തോളം പറഞ്ഞു, ജഹന്നം എന്നുള്ള അറബി പദത്തിന്റെ അവസാനത്തെ അക്ഷരം എന്താ? ജഹന്നം, മീമാണല്ലോ. ജഹന്നം എന്നുള്ളത് നരകത്തിന്റെ പേരാണ്, നരകമാണ്. ആ നരകത്തിന്റെ ജഹന്നമിന്റെ അവസാനത്തെ അക്ഷരം മീമാണ് എന്നതുപോലെ മദ്രസയുടെ ആഖിറവും നരകമായിരിക്കും എന്ന് പാട്ടുപാടിക്കൊണ്ട് മദ്രസയിൽ അയക്കുന്നതിന്റെ മദ്രസ വിദ്യാഭ്യാസത്തെ പോലും എതിർത്തു, സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർത്തു. ഇന്ന് അവർക്ക് അതിന് മുൻപന്തിയിലാണ്. പക്ഷേ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളാണ് പിന്തിരിപ്പന്മാർ. മദ്രസ തുടങ്ങിയവരെയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചവരെയും തൗഹീദിന്റെ വക്താക്കളെയും സുന്നത്തിന്റെ വക്താക്കളെയും വല്ലാതെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നു സമൂഹ മധ്യത്തിൽ. കണ്ടില്ല എന്നും കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? ഇതിനെതിരായ ശക്തമായ മുന്നേറ്റം നമ്മുടെ മുൻഗാമികൾ നടത്തിയത് കൊണ്ടാണ് അല്പമെങ്കിലും സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനും ഈ ശിർക്കുകളും ബിദ്അത്തുകളും ഇല്ലായ്മ ചെയ്യാനും സാധിച്ചത്. ചരിത്രം പഠിക്കണം. അതിന് ഞാൻ അടക്കമുള്ള ആളുകൾ, മുതിർന്നവർക്കൊക്കെ പലപ്പോഴും അറിയാൻ സാധിക്കും. പക്ഷേ ഇനി വളർന്നു വരുന്ന തലമുറക്ക് ഈ ചരിത്രം അറിയില്ല എങ്കിൽ അവര് പറയുന്നതാണ് ശരി എന്നുള്ള തോന്നൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് കഴിഞ്ഞ കാല നമ്മുടെ ദിവസങ്ങളിലെ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണം, കേരളത്തിന്റെ ചരിത്രം പഠിക്കണം. അത് പഠിക്കാൻ നമുക്കൊരു വേദികൾ ഒരുക്കപ്പെടുകയാണ്. അത് സൂചിപ്പിക്കാനാണ് ഇത്രയും ഞാൻ സൂചിപ്പിച്ചത്. അത്തരത്തിലൊരു വേദി ചരിത്രം പഠിക്കാൻ, ഇസ്ലാമിക ഭൂമികയിലെ കേരള ഭൂമികയിലെ ഇസ്ലാമിക ചരിത്രം പഠിക്കാൻ ഉതകുന്ന രൂപത്തിൽ ഈ വരുന്ന ഞായറാഴ്ച കാസർഗോഡിന്റെ ടൗണിൽ വെച്ച് തന്നെ പുലിക്കുന്നിൽ വെച്ച് നമുക്ക് അതിനുള്ള ചരിത്ര പഠനത്തിന് നവോത്ഥാനവും വഴിമാറാത്ത വസ്തുതകളും എന്നുള്ള ടൈറ്റിലിൽ ഈ വരുന്ന ഞായറാഴ്ച അസറിന് ശേഷം നടക്കുന്നുണ്ട്. കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഉള്ളതുപോലെ പഠിക്കുകയും ചരിത്രമായി തന്നെ വസ്തുതകളിൽ നിന്ന് പഠിക്കുകയും കൃത്യമായ സത്യങ്ങൾ മനസ്സിലാക്കുകയും സത്യത്തിന്റെ വക്താക്കളാവുകയാണ് ശ്രമിക്കുക. സകലവിധ വിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. സുന്നത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ ശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്ക് പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നാളെ ഒരു കൂട്ടം ആളുകൾ സ്വർഗ്ഗത്തിലേക്കും ഒരു കൂട്ടം ആളുകൾ നരകത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ നല്ലവരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുടുംബമിത്രാദികൾ, ആദർശബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകളും നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ ആശുപത്രികളിലും വീടുകളിലുമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. എന്നും പ്രാർത്ഥനാ വസിയത്ത് കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും പരിപൂർണമായിട്ടുള്ള ശിഫാഇനെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, മാനസികമായി ശാരീരികമായി കൗടുംബികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ഇല്ലാതാക്കി കൊടുക്കണം റഹ്മാനെ. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ബിദ്അത്തുകളിൽ നിന്നും ബിദ്അത്തുകാരിൽ നിന്നും മാറ്റി നിർത്താനുള്ള മാറി നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, സുന്നത്തിന്റെ ആളുകളായി യഥാർത്ഥ സുന്നികളായി ജീവിക്കാൻ الرحمن اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. والحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه